നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് നാട്ടുകാർ ഒരു പരാതി, അതായത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൃത്യമായി ഈ ലൈൻ കമ്പി ഇത്തരത്തിൽ കിടന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ പറഞ്ഞിരുന്നതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുന്നതിന് അഡ്രസ്സ് ചെയ്തില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഈ ഒരു നാട്ടുകാരും ഒപ്പം തന്നെ രക്ഷിതാക്കളും ഒക്കെ പറയുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. പക്ഷെ ഒരു അപകടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനപ്പെടുന്ന കാര്യം. അതിൽ തന്നെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഏത് മാനേജ്മെന്റ് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമായി ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. കുന്നത്തൂർ MLA നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് പ്രാഥമികമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു മാനേജ്മെന്റ് ആണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ അതിൽ ഇനിയും ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും മിഥുന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. രാവിലെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അത്തരത്തിൽ ഈ MLA പറഞ്ഞൊരു കാര്യം, ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഒരു സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ വഴി പോകുന്ന ലൈൻ കമ്പിയിൽ അത്തരത്തിൽ ലീക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തേണ്ടത് KSEBയുടെ ചുമതലയാണ്. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കുട്ടിയുടെ ജീവനാണ് അതിനിപ്പോൾ മറുവിലയായി നൽകേണ്ടി വന്നിരിക്കുന്നത്. ഒരു തരത്തിലും, അതായത് വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം ഒരുക്കാനായി നല്ല നല്ല കെട്ടിടങ്ങളും മറ്റുമൊക്കെ പണിയുമ്പോൾ അതുവഴി പോകുന്ന മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാകണമെന്നുള്ള ഒരു ഉറപ്പ് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായി. 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുട്ടികളൊക്കെ രാവിലെ നേരത്തെ സ്കൂളിലെത്തി അത്തരത്തിൽ കളിക്കുകയും ചെരുപ്പൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തെറിയുകയൊക്കെ ചെയ്യുന്നത് പതിവുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എടുക്കാൻ കയറുന്ന സമയത്താണ് താഴ്ന്നു കിടന്ന ലൈൻ കമ്പിയിൽ തട്ടി ഈ മിഥുന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് കേൾക്കുന്നത്. ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ കളിച്ചുകൊണ്ടിരിക്കുക ചെരുപ്പ് മേൽക്കൂരയിൽ വീണത് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോക്കേറ്റ് മരിച്ചത്. അല്പം മുമ്പ് സ്ഥലം MLA കോർ കുഞ്ഞുമോൻ മീഡിയയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ്, CPMന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ആ സ്കൂൾ നടത്തുന്നത്. അബദ്ധത്തിൽ ഇലക്ട്രിക് ലൈനിൽ തട്ടിയതാകാം അപകട കാരണമെന്ന് പറയുന്നു. അതേസമയം ഞങ്ങളുടെ പ്രതിനിധി ലിജോ റോൺസ് പറയുന്നത് ആ ലൈൻ അങ്ങനെ താഴ്ന്നു കിടക്കുന്നതിനെ പറ്റി നേരത്തെയും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അങ്ങനെ ലീക്കായതാണോ അതല്ല അബദ്ധത്തിൽ തട്ടിയതാണോ എന്നുള്ളൊരു സമഗ്രാന്വേഷണത്തിലൂടെ വെളിവാവുകയുള്ളൂ. എങ്കിൽ പോലും നാട്ടുകാരുടെ പരാതി നേരത്തെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സമഗ്രാന്വേഷണം വേണമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA തന്നെ അല്പം മുമ്പ് മീഡിയയോട് പറഞ്ഞിരുന്നു. തേവലക്കര എന്ന് പറയുന്നത് കുന്നത്തൂർ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. കരുനാഗപ്പള്ളി താലൂക്കിലെ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ വരുന്ന ഒരു സ്ഥലമാണ് തേവലക്കര എന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. മീഡിയ വണിന്റെ സംഘം അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറിൽ അവരവിടെ എത്തിച്ചേരും എന്നാണ് അറിയുന്നത്.